ഈ ഇലക്ഷൻ്റെ വേറെ പ്രത്യേകത, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും സുഡാപ്പി വിളി കേട്ടില്ല CPM-കാരാൽ. എന്തുകൊണ്ടാണ്? സുഡാപ്പികൾ അവരെ കൂടെ ആയിരുന്നു, ഒരു സുഡാപ്പി എന്ന് വിളിക്കാൻ പറ്റില്ല. ഇനി വിളി വരും. മെയ് 4 ശേഷം എന്ത് ചെയ്യും? ഇവരൊക്കെ വീണ്ടും സുഡാപ്പികളും ആളുകളായി മാറും. തഹലിയ ഇടിച്ചു കയറി ഉണ്ടാക്കിയ ഒരു വോട്ട് പേരാമ്പ്രയിലുണ്ട്. തീർച്ചയായിട്ടും ആ വോട്ട് തഹലിയുടെ വിജയത്തെ അത്ഭുതങ്ങൾ സംഭവിക്കും. CP ചെറിയത് കുറഞ്ഞ വോട്ടുകൾ. അപ്പോൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ സ്ഥിരമായി UDF നഷ്ടപ്പെടുന്ന ഒരു സീറ്റാണ് തിരുവമ്പാടി. ഇപ്രാവശ്യം അത് UDF-ന്റെ കോളത്തിലുണ്ടാവും 100%. ഇബ്രാഹിം കുഞ്ഞി സാഹിബിനോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ മകനോട് കളമശ്ശേരിക്കാർ പ്രകടിപ്പിക്കും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതൊരു ഇബ്രാഹിം സാഹിബിൻ്റെ മകൻ എന്നുള്ള ഒരു ക്വാളിറ്റി മാത്രമല്ല, രാജീവ് വീട്ടിലിരിക്കട്ടെ, വിശ്രമിക്കട്ടെ, അവരെ ഈ സൈദ്ധാന്തികമായ ക്ലാസ്സുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോട്ടെ. MSF-ന്റെ പ്രസിഡന്റ് MLA ആവും. KSU-ന്റെ പ്രസിഡന്റ് ഇല്ല, SFI-യുടെ പ്രസിഡന്റ് ഇല്ലാത്ത സഭയിൽ MSF-ന്റെ പ്രസിഡന്റ് ഉണ്ടായിരിക്കും. ഈ സൗത്തിൻ്റെ പ്രത്യേകത സിറ്റിയാണല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു വേർഡ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡൽഹിയെ ന്യൂ ഡൽഹിയാക്കി മാറ്റി, അതേപോലെ കാലിക്കറ്റിനെ ന്യൂ കാലിക്കറ്റാക്കി മാറ്റുന്ന. അതായത് ഒരു വിഷണറി ലീഡർഷിപ്പ് കിട്ടിയിരിക്കുന്നു എന്നൊരു തോന്നല് സൗത്തിലെ വോട്ടർമാർക്ക് ഉണ്ടായി. കേരളത്തിൽ ഒരു ഡസനോളം മന്ത്രിമാർ തോൽക്കും. അതിൻ്റെ ഒന്നാമതായിട്ട് തോൽക്കാനുള്ളത് V. അബ്ദുറഹ്മാനാണ്. തിരുവനന്തപുരം എഴുതി വെച്ചോളെ. തിരുവനന്തപുരം തോൽക്കും, തവനൂർ പിന്നെ KT ജലീലും തോൽക്കും. തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്താണ്, തെറ്റായ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കേണ്ട ആവശ്യങ്ങളില്ല. തരംഗമുണ്ടോ, തരംഗമില്ലേ, ആര് ജയിക്കും, ആര് തോൽക്കും, പല രീതിയിലുള്ള കണക്കുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് വരുന്നുണ്ട്, ലീഗിൻ്റെ വരുന്നുണ്ട്, കോൺഗ്രസിൻ്റെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസമായി. നമ്മളൊന്ന് ഓടിച്ച് വിശകലനം ചെയ്യാണ്. നമ്മൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഉടനെ നമ്മളൊരു വിശകലനം നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വോട്ടെടുപ്പ് ജനങ്ങൾ തീരുമാനിച്ചു, പെട്ടിയിലായി കഴിഞ്ഞു ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ മുസ്ലിം ലീഗിൻ്റെ ഓരോ 27 സ്ഥാനാർത്ഥികളുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവിടുത്തെ ഇലക്ഷൻ എങ്ങനെയാണ് അവർ നേരിട്ടത്, അവിടെ എത്രത്തോളം സാധ്യതകളുണ്ട് നമ്മൾ പരിശോധിക്കുകയാണ്. നമുക്ക് ആദ്യം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങാം. മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രത്യേകത, AK അഷ്റഫാണ് അവിടുത്തെ സിറ്റിംഗ് MLA. അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് കാര്യങ്ങളായിട്ട് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ വന്ന പോലെയല്ല, ഇത്തവണ സിറ്റിംഗ് MLA ആയിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത, കഴിഞ്ഞ തവണ സുരേന്ദ്രൻ അവിടെ തോറ്റത് 79 വോട്ടിന് എന്തോ ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ പക്ഷേ അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കോന്നിയിലാണെന്ന് തോന്നുന്നില്ല, കോന്നിയിൽ അങ്ങോട്ട് ഹെലികോപ്റ്ററിലൊക്കെ മൂവ് ചെയ്യുന്നു. പക്ഷെ അത് കാരണമാണ് പരാജയപ്പെട്ടതെന്ന് അവർ വിലയിരുത്തി. ഇപ്പോൾ എന്ത് ചെയ്തു, സുരേന്ദ്രൻ 100% അവിടെ ഫോക്കസ് ചെയ്യാണ്. വേറെ എങ്ങോട്ടും പോയിട്ടില്ല, വേറെ ഒരു പ്രചരണത്തിനൊന്നും പോയിട്ടില്ല. അവിടെ ലോക്കായി ഇരുന്ന് അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ ലീഗിനും UDF-നും അവിടെ? ഇല്ല എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുരേന്ദ്രൻ കുറച്ചായിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു വാസ്തവമാണ്. പക്ഷേ അവിടെ വോട്ടിംഗ് പാറ്റേൺ നിർണ്ണയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് AK അഷ്റഫിൻ്റെ ഒരു ജനകീയത തന്നെയാണ്. കാരണം നേരത്തെ കഴിഞ്ഞ 2021 ഒരു പുതുമുഖമായിട്ട് വന്ന ഒരു വ്യക്തിത്വമാണ് അഷ്റഫ്. ജസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായിരുന്നു. പക്ഷേ ഈ 5 വർഷക്കാലം അഷ്റഫ് ചെയ്ത, അല്ലെങ്കിൽ അഷ്റഫ് അവിടെ പെരുമാറിയ രീതികളുണ്ട്. ആ രീതികൾ വോട്ടിംഗ് പാറ്റേണിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഒരു പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ ടോളുമായി ബന്ധപ്പെട്ടുള്ള സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതായത് ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളുടെ കൂടെ സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു MLA എന്നുള്ളൊരു ഇമേജ് അഷ്റഫിന് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിലും സ്വാധീനിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പിന്നെ സാമുദായിക സമവാക്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലക്ക് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിലുടനീളം ചർച്ചകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും STPയുടെ പിന്തുണ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വം, അത് പിൻവലിക്കൽ, അങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ. അതായത് BJP-യെ എതിർക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് മാത്രമല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മത്സരിച്ചത്. അത് പിന്നീട് അവർ തന്നെ ആ മത്സരരംഗത്ത് നിന്ന് അവർക്ക് എക്കാലത്തുള്ളൊരു കളങ്കമാകുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടോ എന്തോ അതേ പേരുള്ള സ്ഥാനാർത്ഥിക്കായിരുന്നു. അതെ അഷ്റഫ് തന്നെ. അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായി. പക്ഷേ ഇത്തരം സംഗതികൾ, അതായത് ഇപ്പോൾ ഈ സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറത്ത് ഉള്ള ഒരു പ്രതിഫലനത്തെക്കുറിച്ചാണ് ഞാൻ മഞ്ചേശ്വരത്തെ കാണുന്നത്. അതായത് മഞ്ചേശ്വരത്ത് വർഗീയമായി വിഭജിക്കപ്പെട്ട വോട്ടുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഈ BJPക്ക് ഒരു സ്ട്രോങ്
പൊസിഷനിങ് ഉള്ളൊരു സ്ഥലം എന്നുള്ള നിലക്ക്, അതിർത്തി മണ്ഡലം എന്നുള്ള നിലക്ക്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ അവിടുത്തെ ഒരു പ്രചാരണ രംഗത്തും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിലും UDF ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആശങ്കക്ക് വകയില്ല എന്ന് തന്നെയാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. പിന്നെ കാസർഗോട്ടേക്ക് പോയാൽ കല്ലട്ര മായനാജിയാണ് അവിടെ മത്സരിച്ചത്. അവിടുന്ന് എടുക്കുന്ന റിപ്പോർട്ടുകളും, അതായത് ഇപ്പോൾ എന്തെങ്കിലും അവിടുത്തെ ഒരു ഇടത് സ്ഥാനാർത്ഥി ചർച്ചയായിരുന്നു, എന്താ ഷനവാസ് പദൂരോ, അതെ മുനാഫിക്ക് എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, മുനാഫിക്കിന്റെ അർത്ഥങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ്. പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിളിയായിരുന്നു, അതിനെ മതകീയവൽക്കരിച്ചു. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിണറായി വിജയൻ വിളിച്ച കുലംകുത്തി. അതിന്റെ ഒരു വേറൊരു വ്യാഖ്യാനം AK ബാലൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുനാഫിക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോൾ അത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ കല്ലട്ര മായനാജിക്കുള്ള ഒരു സ്വാധീനം അവിടെ ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി എന്ന മഹാനായ മനുഷ്യൻ്റെ ഒരു മകൻ എന്നുള്ള നിലക്ക് കുറേ കാലമായിട്ട് സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം എന്നുള്ള നിലക്കുള്ള സ്വാധീനം എന്തായാലും അവിടെ പ്രധാനമായും മത്സരം BJP-യോടാണ്. ഇല്ലല്ല, ഈ രണ്ട് മണ്ഡലങ്ങളിലും BJP-യോടാണ് മത്സരം. അപ്പോൾ സ്വാഭാവികമായിട്ടും മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്നവരുടെയൊക്കെ വോട്ടുകൾ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ പിന്നെ പെട്ടിയിൽ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞാനിപ്പോൾ അന്വേഷിക്കുമ്പോൾ ഒരു 10,000-ലധികം വോട്ടുകളിൽ എന്തായാലും അവിടെ, അതായത് പിന്നെ അടിപൊളികൾ നടന്നിട്ടുണ്ടെങ്കിൽ ജയിക്കുമെന്നാണ്. അപ്പോൾ നടന്നിട്ടില്ലെങ്കിൽ വലിയ റിസൾട്ട് കാസർഗോഡ് ഉണ്ടാവുമെന്നുള്ളതാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ കണ്ണൂരിലേക്ക് കടക്കുമ്പോൾ കൂത്തുപറമ്പ് ഇപ്പം ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു വിചിത്രമായ ഒരു മണ്ഡലമാണ്, പല ഘടകങ്ങൾ. പഴയ പെരിങ്ങളം മണ്ഡലമാണ്, PR കുറുപ്പിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ പിന്നെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥിയാണ്, ജയന്തി രാജനാണ്, ദേശീയ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കൂത്തുപറമ്പുകാർക്ക് ഇപ്രാവശ്യം കിട്ടിയത്. അപ്പോൾ കൂത്തുപറമ്പിലേക്ക് ജയന്തി രാജൻ പോകുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി തന്നെ സംസാരത്തിൻ്റെ ഇടയിൽ അത് പറയുന്നുണ്ട് പലപ്പോഴും. അതായത് പിന്നെ അവിടെ എത്രത്തോളം സ്വീകാര്യത ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജയന്തി രാജന് അവിടെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നമ്മൾ ഈ വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു സ്ഥാനാർത്ഥി എന്നുള്ളൊരു സംഗതി തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അതെ, പിന്നീട് അത് മറികടക്കാൻ ചേച്ചിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ലാസ്റ്റ് വീക്കിലൊക്കെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ പ്രചാരണത്തിൻ്റെ ലെവൽ മാറുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ മൊകേരി പാട്ടി ആകെ 3 വീക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് വീക്കിൽ ഇങ്ങനെ എത്തി ആളുകൾക്ക് ധാര എങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കി. തേർഡ് വീക്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് ഓടി എന്നുള്ള ട്രാക്കിലായി എന്നുള്ളതാണ്. അവിടെ UDF-കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബൂത്തിൽ ആളുകളെ ഇരുത്താൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. ബൂത്തിലിരുന്നാൽ പിന്നെ കോലുകൊണ്ട് കുത്തി പുറത്തേക്ക് ചാടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ ഈ സ്ഥാനാർത്ഥി പോയി എന്നുള്ളതും അവിടെയുള്ള ജനങ്ങൾ പിന്നെ അകലെ നിന്നുകൊണ്ട്, അടുത്ത് നിന്നുകൊണ്ട് ചിലർക്ക് വരാൻ പറ്റില്ല, കാരണം വീട്ടിലേക്ക് പിന്നെ ബോംബ് വരും. പക്ഷേ അകലെ നിന്നുകൊണ്ട് അവർ കൈവീശി കാണിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു പിന്തുണ, പിന്നെ PJ രാജൻ ഫാക്ടറൊക്കെ അവിടെ പ്രവർത്തിക്കുമെന്ന് പിന്നെ CPM-നകത്തുള്ളവരിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുണ്ട്. അതെ, പി ജയരാജൻ ആക്ച്വലി എവിടെയും നമുക്ക് കണ്ടില്ലല്ലോ, ചിത്രത്തിലില്ല. പി ജയരാജൻ്റെ ഒരു സ്വാധീനം UDF-നെ കുറേ ലീഡേഴ്സ് ചിത്രത്തിലേ ഇല്ല. കണ്ണൂരിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ കാണാനിരിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചില ലീഡേഴ്സ് വളരെ സൈലൻ്റായിട്ട് അവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് UDF-നെ സഹായിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ പയ്യന്നൂരിലായാലും പിന്നെ തളിപ്പറമ്പിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ ഒരു മൗനമായിട്ട് പിന്തുണക്കുന്ന നിലവിൽ പാർട്ടിയുടെ ലീഡർഷിപ്പിലുള്ള ആളുകളുണ്ട്. അവരുടെ ഒരു സ്വാധീനം കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ UDF-നെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും കൂത്തുപറമ്പൊന്നും പോസിറ്റീവായ വാർത്തകൾ കേൾക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ UDF-ൻ്റെ സ്വാധീന മേഖലകളുണ്ട് എങ്കിൽ കൂടി വലിയ ലീഡ്, അതായത് കള്ളവോട്ട് ചെയ്ത് ലീഡുണ്ടാക്കുന്ന
അതിപ്പോ ചേച്ചി സംസാരിക്കുന്നതിൽ നമ്മൾ കേട്ട് 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഓപ്പൺ വോട്ട് ചെയ്യുകയാണ് ചെയ്തതെന്ന് അറിഞ്ഞത്. അതൊരു വിചിത്രമായ സംഗതിയാണ്. നമ്മുടെ ബൂത്തുകളിലൊക്കെ ഓപ്പൺ വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതൊരു 70 വയസ്സ് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചക്ക് കൺഫ്യൂഷൻ ഉള്ളവർക്കൊക്കെ പയ്യന്നൂരിലെ ഒരു വാർഡിലെ പിന്നെ ഒരു ബൂത്തിലെ കണക്ക് കണ്ടല്ലോ, 99.98 അങ്ങനെ അത്രയും പെർസെൻറ്റേജ് ആളുകൾ പയ്യന്നൂരിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ജീവൻ. അതെ അതെ അതെ. അപ്പോൾ ഈ കേരളത്തിലാണെന്നാണ് ഞാനിപ്പോൾ അത്ഭുതത്തോടെ ഓർക്കുന്നൊരു സംഗതി അതാണ്. കേരളത്തിൽ വരെ ഈ SIR ഒക്കെ നടന്നതിന് ശേഷവും ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതകരമായ സംഗതിയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് മോഗേരി പഞ്ചായത്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതെ അതെ അതെ. അപ്പോൾ നോർത്തിലേക്ക് ഒരു അവസ്ഥ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു ഈ 2026 എന്നുള്ളത് വലിയൊരു പയ്യന്നൂരിലൊക്കെ അരങ്ങേറുന്ന അക്രമങ്ങളൊക്കെ അതിനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ കൂത്തുപറമ്പിൽ നിന്ന് പ്രതീക്ഷ ഉളവാക്കുന്ന വാർത്തകൾ വരും എന്ന് ആണ് ഞാനും ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA-മാരിൽ ഒരാളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, ഒരാളായിട്ട് ജയന്തി രാജൻ സഭയിലുണ്ടാവട്ടെ വരും എന്നാണ്. അഴീക്കോടാണ്, കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ അഴീക്കോട്, പിന്നെ ചേലേരിയുടെ വിജയം ഏകദേശം അഡ്വക്കേറ്റ് കരീം ചേലേരി, അദ്ദേഹം വിജയം ഏകദേശം ഉറപ്പിച്ച മട്ടാണുള്ളത്. അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ്. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, കരീം ചേലേരി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് ആ മണ്ഡലത്തിലുണ്ട്. അവിടുത്തെ ഓരോ വികസന പ്രശ്നങ്ങളിലും ഓരോ മനുഷ്യരുടെ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ടായിരുന്നു. സുപ്രഭാതത്തിൽ വന്ന് വീണതല്ല. ഇപ്പോൾ ജയന്തി ചേച്ചി അങ്ങനെ സുപ്രഭാതത്ത് വന്ന് വീണതാണ്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അവിടെ സിംഗാവനൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ചേലേരിൻ്റെ അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ ഒരു ശക്തമായ വർക്ക് അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നല്ല വർക്ക്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് അഴീക്കോട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് CPM അവരെ സൂപ്പർ 10 MLA-മാരിൽ ഒരാൾ എണ്ണുന്ന ഒരാളാണ് സുമേഷ്. ആ മണ്ഡലത്തിലാണ് ഇങ്ങനെ അട്ടിമറികൾ സംഭവിക്കാൻ പോകുന്നത്. അതെ അതെ. തിരുവമ്പാടി ആണ് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വ്യക്തിത്വം, അതായത് CK കാസിം സാഹിബ്. നമ്മൾ തിരുവമ്പാടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ മണ്ഡലം നമ്മൾ മത്സരിക്കുന്ന സാഹചര്യം കൂടി പറയണം. നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. കാരണം അത് കോൺഗ്രസിനായിട്ട് വെച്ച് മാറും. കോൺഗ്രസ് പ്രതീക്ഷാപൂർവ്വം നിന്നിരുന്നൊരു ഒരു സീറ്റാണ്. VS ജോയി അവിടെ ഒന്ന് മത്സരിക്കും, നമ്മൾ പട്ടാമ്പി വാങ്ങിക്കും. അവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വന്നാൽ മാത്രമേ UDF ജയിക്കുള്ളൂ എന്നുള്ള ഒരു നരേഷനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ UDF തോൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, മുസ്ലിം കാൻഡിഡേറ്റിനെ വെച്ചിട്ടൊരു കാര്യമില്ല. പാർട്ടി എല്ലാവരും വിശ്വാസത്തിലെടുത്തിട്ട് CK കാസിംഖനെ പ്രഖ്യാപിച്ചു. അവസാന നിമിഷമാണ് ആ ഒരു ക്ലാരിറ്റി വന്നതെന്ന് ശരിയാണ്. പക്ഷേ അവിടുത്തെ ഒരു മത്സരം കടുത്തതാണ്, അതിന് സംശയമൊന്നുമില്ല. കാരണം എതിർ സ്ഥാനാർത്ഥിയും കട്ടക്ക് നിൽക്കുന്ന ഒരാളാണ്. അതായത് ജനകീയ നേരത്തെ ടോപ്പ് 10 എന്ന് പറഞ്ഞതിൽ മുകളിൽ നിൽക്കുന്ന ആളാണ് ലിൻഡോ ജോസഫ്. സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന തിരുവമ്പാടിക്കാരായിട്ടുള്ള 2 പേർ, അവരാണ് മത്സരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ളൊരു ഫൈറ്റ് അവിടെ നടന്നിട്ടുണ്ട്. ഈ ലിൻഡോയുടെ പ്രത്യേകത, ഈ ഭരണകക്ഷി MLA-മാരുടെ ഒക്കെ പോലെ വികസനം കാണിക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ്. അപ്പോൾ ലിൻഡോയുടെ വികസനം 3900 കോടിയൊക്കെയാണ് ഒരു 5 വർഷത്തിൽ വികസനം നടത്തിയത്. അപ്പോൾ നമ്മൾ സംശയിക്കുന്ന മൂപ്പര തുരങ്കപ്പാത പോലും മൂപ്പര അക്കൗണ്ടിൽ വെച്ചിട്ടുണ്ടാവുന്നുണ്ടാവും. തുരങ്കപ്പാത എന്തോ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി ബ്ലാസ്റ്റിംഗ് എന്തോ നടത്തിയതാണ്. ലിൻഡോന്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത് മറ്റ് MLA-മാരിൽ വ്യത്യസ്തമായി കുറേ PR വർക്കുകൾ നടന്നിട്ടുണ്ട്. പുള്ളിയുടെ പോസ്റ്റിൽ ഒരു ലീഗുകാരൻ കമന്റ് ഇട്ടത് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് എന്തോ. പക്ഷേ കാസിം ഖാൻ്റെ ഒരു ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അവിടുത്തെ ക്രിസ്തീയ പുരോഹിതരുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സ്. കൂടരഞ്ഞി പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരായിട്ടുള്ള ബന്ധം. ഇപ്പം എങ്ങനെ പോയാലും 5000 വോട്ടിന് ജയിക്കും എന്നുള്ളതാണ്. CPM-കാരുടെ ലിസ്റ്റിൽ വരെ തിരുവമ്പാടി എണ്ണുന്നില്ല എന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. അപ്പോൾ തിരുവമ്പാടി അവരെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നൊരു സംഗതിയാണ്. കുറേ കാലമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് UDF വെറുതെ തോൽക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടാവില്ല. അന്ന് നമ്മുടെ മത്തായി ചാക്കോ മരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മർ മാഷ് തോറ്റത് 246 വോട്ടിന് എന്തോ അല്ല, കഴിഞ്ഞ തരംഗത്തിൽ ഇപ്പോൾ CP ചെറിയ കുറഞ്ഞ വോട്ടുകൾ തോറ്റത്. അപ്പോൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ സ്ഥിരമായി UDF നഷ്ടപ്പെടുന്ന ഒരു സീറ്റാണ് തിരുവമ്പാടി. ഇപ്രാവശ്യം അത് UDF കോളത്തിൽ ഉണ്ടാവും 100%. കുറ്റിയാടിയാണ് പാറക്കൽ അബ്ദുള്ള 333 വോട്ടിൻ്റെ വ്യത്യാസം. വളരെ ചെറിയ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിന് ആണ് പോയത്. അത് അതേ സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം മത്സരിച്ച് എന്ന ഒരു പ്രത്യേകത കുറ്റിയാടിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റിയാടി തിരിച്ചു പിടിക്കാൻ പാറക്കൽ നേരത്തെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റ്സുകളിൽ വളരെ ശ്രദ്ധേയമായിട്ട് ശാസ്ത്രീയമായിട്ട് എല്ലാ
എല്ലാ മേഖലകളെയും കവർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പാറക്കലിന്റെ വർക്ക് ഒരു സിസ്റ്റമാറ്റിക് ആണ്. ഇപ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മൂന്നാമത്തതാണ്. അപ്പോൾ മുമ്പ് എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച രൂപത്തിലാണ് എല്ലാ അപാകതകളും മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ അവിടുത്തെ പ്രത്യേകത അദ്ദേഹം തുടങ്ങി വെച്ച കുറേ വികസനങ്ങളാണ് ഇദ്ദേഹത്തിന് പൂർത്തീകരിക്കാനൊക്കെ കഴിച്ചത്. അതൊക്കെ അവർക്ക് വ്യക്തമായി വികസനങ്ങളുടെ കാര്യം മാത്രമല്ല, പാറക്കൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നതിനാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒന്ന് സ്പീഡാക്കാം, കൊടുവള്ളിയിലേക്ക് വരാം. കൊടുവള്ളിയിൽ ഫിറോസാണ്. ഫിറോസിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ നടന്ന ആളാണ് ഷാഫി. അപ്പോൾ തീർച്ചയായിട്ടും ഷാഫിക്ക് കൂടുതലായിട്ട് പറയാൻ കഴിയും. ഈ കൊടുവള്ളിയുടെ ഒരു പ്രത്യേകത, കൊടുവള്ളിയിൽ സ്ഥാനാർത്ഥിയായിട്ട് LDF കാത്തിരുന്നത് ലീഗിൻ്റെ അകത്തു നിന്ന് എന്തെങ്കിലും സ്പ്ലിറ്റുകളൊക്കെ ഉണ്ടായിട്ട് ഒരാളെ കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു. ലീഗുകാരനായ ഒരു കാരാട്ട് റസാക്കിനെ കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത്. സംഭവിക്കുന്നതാണ്. അതെ അതെ, ആസ് യൂഷ്വൽ PT റഹീം മുതൽ സംഭവിക്കുന്നതാണല്ലോ. പക്ഷെ അത് കിട്ടിയില്ല. പാർട്ടിക്കകത്ത് ഐക്യത്തോടു കൂടി ഒരു സ്ഥാനാർത്ഥി വന്നു, ആർക്കും പ്രശ്നങ്ങളുണ്ടായില്ല. അവിടെ തന്നെ ആ ഒരു ഇടതുപക്ഷത്തിന് നമ്മളകത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടില്ല എന്ന് വന്നതോടു കൂടി തന്നെ ഒന്നാം ഘട്ടം UDF അവിടെ വിജയിച്ചു. അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. പിന്നെ ആസ് യൂഷ്വൽ സലീം മടവൂർ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് വന്നു. അദ്ദേഹം ഭയങ്കര ഒരു മോശം കാൻഡിഡേറ്റ് ഒന്നല്ല. ജനതാദളിൻ്റെ നമ്മുടെ ലാൽ പ്രസാദ് യാദവിൻ്റെ ജനതാദളാണ്. അതിൻ്റെ മാഷ് ബ്രാൻഡ് ഒരു ദേശീയ പുള്ളിയും ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്ന നോർത്തിലേക്ക് അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിറോസ് ഖാൻ്റെ ഒരു യങ് ആൻഡ് വൈബ്രൻറ്റ് സംഗതിക്ക് മുമ്പിൽ അദ്ദേഹത്തിന് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ്റെ ഒരു ക്യാപ്ഷനൊക്കെ കമോൺ കൊടുവള്ളി, അതൊക്കെ എന്ത് ചെയ്തു, യങ്സ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി. കന്നി വോട്ടേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി. പിന്നെ ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കാതെ ഒരു സമാധാനപരമായ സംഗതിയായിരുന്നു. ആളുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുക. ഓരോ ചെറിയ ചെറിയ സ്വീകരണ യോഗങ്ങളിൽ നിറയെ സ്ത്രീകളും കുട്ടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും കോഴിക്കോട് നിന്ന് ഷുവറായിട്ടും ഇടതുപക്ഷം എണ്ണുന്നില്ല. നമുക്ക് കോഴിക്കോട് ആദ്യം എണ്ണാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുവള്ളി. പേരാമ്പ്ര അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ. നമ്മൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്ന് വളരെ അത്ഭുതകരമായ ഒരു നോമിനേറ്റ് നമ്മൾ പറഞ്ഞതായിരുന്നു. ആ അത്ഭുതങ്ങൾ നമ്മൾ അന്നത്തെ വീഡിയോ ആ അത്ഭുതങ്ങൾ, ആ പ്രതിഭാസം അവിടെ സംഭവിച്ചു. നമ്മൾ പറഞ്ഞ മണ്ഡലം ഇളക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിനെ നമ്മൾ ഇവിടുന്ന് വിട്ടിരിക്കുന്നതാണ്. അതായത് കേരളത്തിൽ പേരാമ്പ്രയിൽ മാത്രമാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് വരെ ആളുകൾ ചോദിക്കുന്ന അവസ്ഥ വന്നു. കാരണം അത്രത്തോളം ഡിസ്കസ് ചെയ്യപ്പെട്ട അനാവശ്യമായിട്ട് തഹലിയെ CPM എന്ത് ചെയ്തു, ടാർഗറ്റ് ചെയ്തു. തുടക്കം മുതൽ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആളുകൾ പറിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണെന്ന് അത് ഇവിടുന്ന് അഹമ്മദ് ദേവർകോവിൽ ഇവിടുന്ന് തുറക്കട്ടതാ. പിന്നെ പല ഇപ്പൊ നമ്മൾ നേരത്തെ അവിടുത്തെ സുഹൃത്തുക്കളായിട്ട് വിളിച്ച് സംസാരിക്കുക അവർ പറയുന്നത് ചില മീഡിയാസ്, മാതൃഭൂമിയെ പോലെ, നമുക്ക് പേരെടുത്ത് വേണമെങ്കിൽ പറയാം, മാതൃഭൂമിയെ പോലെ ചില മീഡിയാസ് ഓരോ ദിവസവും 10 വട്ടം കാണുമ്പോൾ 10 വട്ടം ഇതാണ് ചോദിക്കുന്നത്. ഒരു പ്രൊപ്പഗണ്ട സെറ്റ് ചെയ്യാം. അത് അജണ്ട ഉണ്ടായിരുന്നു. അത് എളമരങ്കരിയും അങ്ങനത്തെ എല്ലാവരും എന്ത് ചെയ്തു, അതിന്റെ പിന്നിൽ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് വേറെ എവിടെ കണ്ടെന്നറിയോ, VD സതീശൻ പ്രസ് മീറ്റ് നടത്തുമ്പോൾ ഈ കൈരളിക്കാരൻ പോയി ചോദിക്കും വയനാട് ഫണ്ട് എന്ന് പ്രൊവോക്ക് ചെയ്യാൻ. അപ്പൊ എൻ്റെ ആ പ്രസ് മീറ്റ് എന്ത് ചെയ്യണം, കൊളമാക്കണം. അതിനുള്ള അതേപോലെ തന്നെയാണ് തഹ്ലിയനെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ജമാഅത്തും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൂത്തുപറമ്പ് ജയന്തിരാജന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് തഹലിയ ഇടിച്ചു കയറി ഉണ്ടാക്കിയ ഒരു വോട്ട് പേരാമ്പ്രയിലുണ്ട്. തീർച്ചയായിട്ടും ആ വോട്ട് തഹലിയുടെ വിജയത്തെ അത്ഭുതങ്ങൾ സംഭവിക്കും. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ എവിടുന്ന് പാടാൻ തുടങ്ങിയെന്നറിയോ, ജീപ്പിലൊരു അനൗൺസ്മെന്റ്, നമ്മളെ കൗമിലെ കുട്ടി വേറെ വേർഷൻ. അതെന്ത് ചെയ്തു, നമ്മൾ UDF വേണ്ട വിധം അത് കൈകാര്യം ചെയ്തു. അതിൽ അമാന്തിച്ച് നിൽക്കാതെ പരാതി കൊടുത്തു. ഇടതുപക്ഷത്തിന് ഉത്തരമില്ലാത്ത രൂപത്തിൽ അവിടുന്ന് വേറെ കുറേ വീഡിയോസ് വന്നു. അതായത് ഇപ്പം ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള ഹിന്ദു വീടുകളിൽ വരെ പോയിട്ട് ഈ കുട്ടി ജയിച്ചാൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ വൃത്തികെട്ട രീതിയിൽ വർഗീയ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിനൊക്കെ മറികടക്കാൻ തഹ്ലിയയുടെ പ്രസൻസും അവരുടെ സാന്നിധ്യവും അവരുടെ സ്മൈലും അവരുടെ ഇത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഓരോ വീഡിയോയിലും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അവിടുന്ന് മാറ്റത്തിൻ്റെ ഒരു വിളി പേരാമ്പ്രയിൽ നിന്ന് കേൾക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും നല്ല വാർത്തകൾ. കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ രണ്ടാമത്തെ വനിതാ MLA പേരാമ്പ്രയിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ്. കാത്തിരിക്കാം. കുന്നമംഗലം MA റസാഖ് മാസ്റ്റർ ഇതുപോലെ
പിന്നെ നേരത്തെ പറഞ്ഞ PT റഹീം എന്ന അദ്ദേഹത്തിൻ്റെ മുൻകാല സഹപ്രവർത്തകൻ നമ്മൾ ഇലക്ഷൻ്റെ അന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന് മുൻ സഹപ്രവർത്തകനെ തോൽപ്പിച്ച് അദ്ദേഹം സഭയിലെത്തുന്നു. നമ്മളത് പറയുമ്പോൾ നമുക്ക് ഇത്രത്തോളം ഒരു ആത്മവിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ജയന്തി ചേച്ചിനെ കൊണ്ട് പറഞ്ഞ പോലെ തുടക്കത്തിലൊന്ന്, കാരണം ഒരു സ്ഥാനാർത്ഥിത്വം എങ്ങനെയാവുന്നൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ ഉള്ള സ്ഥലത്തേക്ക് മാഷ് വരുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ അവിടെ ഉണ്ടായി. പക്ഷേ വിപ്ലവകരമായി അവർ അതിജീവിച്ചു. ഭയങ്കര ഒരു മുന്നേറ്റം, നന്നായി വർക്ക് ചെയ്തു. കൂടെ മാഷ് സ്വന്തം നാട്ടിൽ നിർഭാഗ്യവശാൽ 500 വോട്ടിന് തോറ്റുപോയ ഒരാളാണ്. അതിൻ്റെ ശേഷം പുള്ളി സജീവമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുണ്ട്. അപ്പോൾ മാഷ് ഒരു തവണയെങ്കിലും ഒരു MLA സ്ഥാനം അർഹത ഉണ്ടെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നുന്നു. അവസാന ഘട്ടത്തിൽ ഒരു 2 ദിവസം മുമ്പ് അവർ വ്യക്തിഹത്യയിലേക്ക് പോയി കടന്ന്, അത് ചിത്രത്തിൽ മാഷിന് ഗുണമാവുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിഹത്യ തുടങ്ങിയെന്ന് അവരെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ സമയത്താണ് തുടങ്ങുക. അപ്പോൾ അതേപോലെ അത് എന്തായാലും അവിടെയും അത്ഭുതങ്ങൾ സംഭവിക്കും. പിന്നെ വേറൊരു പ്രത്യേകത, കഴിഞ്ഞ 15 വർഷമായിട്ട് അവിടെ UDF കോണി ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടില്ല. അപ്പോൾ ഈ PT റഹീം വീടുകളിൽ ചെന്നിട്ട് പറയുക, ഞാൻ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾക്ക് കോണി ചിഹ്നം ഇല്ലല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് ചെയ്താളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്യും, നൈസായിട്ട് കുറച്ച് വോട്ടുകൾ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കോണി ചിഹ്നം വന്നു. റസാഖ് മാഷ് എന്ന കോഴിക്കോട്ടുകാരുടെ ഹൃദയത്തിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ജയിപ്പിക്കണം എന്നുള്ളൊരു വികാരം എല്ലാവർക്കും രൂപപ്പെട്ടു. തീർച്ചയായിട്ടും അത് PT റഹീം എന്ന വന്ധ്യവയോധികന് വിശ്രമം അനുവദിക്കും എന്നാണ്, ജനങ്ങൾ വിശ്രമം അനുവദിക്കും എന്നാണ് എൻ്റെ തോന്നൽ. സൗത്തിൽ പ്രിയപ്പെട്ട ഫൈസൽ ബാബുവാണ്. ഫൈസൽ ബാബു ഇതുപോലെ പിന്നെ പെട്ടെന്ന് ഫൈസൽ ബാബു ലാൻഡ് ചെയ്തപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആരാണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാവാത്തൊരു പ്രശ്നം പബ്ലിക്കിന്, പാർട്ടി പ്രവർത്തകർക്ക് ഫൈസൽ ബാബുവിനെ അത്രത്തോടെ അറിയുന്ന ആരുമില്ല. കാരണം എത്ര വർഷമായി അദ്ദേഹം പൊതുവേദികളിലും പാർട്ടിയുടെ ശബ്ദമായിരുന്നു അദ്ദേഹം. അത് ട്രാക്കിൽ കയറാൻ ഒരു പതർച്ച ഉണ്ടായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അതെ, ഈ സൗത്തിൻ്റെ പ്രത്യേകത സിറ്റിയാണല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു വേർഡ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡൽഹിയെ ന്യൂ ഡൽഹിയാക്കി മാറ്റി, അതേപോലെ കാലിക്കറ്റിനെ ന്യൂ കാലിക്കറ്റാക്കി മാറ്റുന്ന. അതായത് ഒരു വിഷണറി ലീഡർഷിപ്പ് കിട്ടിയിരിക്കുന്നു എന്നൊരു തോന്നൽ സൗത്തിലെ വോട്ടർമാർക്ക് ഉണ്ടായി. അത് ഫൈസൽ ബാബുവിനെ. കോഴിക്കോട് സിറ്റി പോലത്തെ ഒരുപാട് സാധ്യതകളിൽ മുനീർ സാഹിബ് അവിടെ ഒരുപാട് സംഗതികൾ, ബീച്ചായാലും അവിടുത്തെ പാലങ്ങളായാലും ഒരുപാട്, അതേപോലെ തന്നെ ഈ പൈതൃകങ്ങൾ ഒരുപാടുള്ള, കുറ്റിച്ചിറ പോലത്തെ പൈതൃകങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഈ മന്ത്രിയായിട്ട് പോലും അഹമ്മദ് ദേവർകോവിലിനൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. അത് CPM-ന്റെ ഒരു പാവമായിട്ട് പുള്ളി ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കൃത്യമായി തുറന്നു കാണിക്കാൻ. വേറെ പ്രത്യേകത, BJPക്ക് ഒരു പിന്നെ ഒരു പ്രതീക്ഷയുള്ള മണ്ഡലം, ഒരു റനീഷാണ് ഒരുത്തനുണ്ട്. പുള്ളി കൗൺസിലറായി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഫുൾ ഫേക്കാണ് ആള്. ആർട്ടിഫിഷ്യലായിട്ട് സോഷ്യൽ മീഡിയ AP സ്ഥാൻ്റെ അടുത്ത് പോവുക, അവിടെ പോവുക, നോമ്പുതുറ ഇതിൽ പോവുക. എന്നിട്ട് മൂപ്പര് BJP-ക്കാരൻ. ആരാ BJP? നോർത്തിൽ മുസ്ലിങ്ങളെ പേര് നോക്കിയിട്ട് തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന മനുഷ്യന്മാരാ. ഇവിടെ എന്നിട്ട് നോമ്പ് തുറക്കാൻ പോവുക, AP സ്ഥാനം പോയി കെട്ടിപ്പിടിക്കാൻ പോവുക. സകല മുനീർ സാഹിബിനെ വരെ കാണാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞേ, അതിന് സ്കിപ്പായി എന്ന് കേട്ടത്. അപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റർ ഫേക്കാണ്. അപ്പോൾ അദ്ദേഹം 3ാം സ്ഥാനത്ത് കൃത്യമായി തുടരേണ്ടത് UDF LDF-ന്റെ ആവശ്യമാണ്. പക്ഷെ അതിന്റെ കൂടെ റിപ്പോർട്ടർ TV ഒക്കെ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കി, ത്രികോണ മത്സരം, പുള്ളി 2ാം സ്ഥാനത്തേക്ക് കയറി വരുമെന്നൊക്കെ ഉള്ളത്. അതൊക്കെ വെറും മീഡിയ അജണ്ടയാണ്, ഇതിന്റെ ഭാഗമായതാണ്. തീർച്ചയായിട്ടും ന്യൂ കാലിക്കറ്റിനെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു MLA കോഴിക്കോട് സൗത്ത് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ കോഴിക്കോട് സൗത്തും CPM ജില്ലാ കമ്മിറ്റി എണ്ണുന്നില്ല, അവരുടെ ലിസ്റ്റിൽ പോയിട്ടുണ്ട്. TP അഷ്റഫ് അലി മലപ്പുറം ജില്ലയിലേക്ക് കടക്കുകയാണ്. കൊണ്ടോട്ടിയിൽ നിന്നാണ് തുടങ്ങാം. TP അഷ്റഫ് അലി ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ആസ്വദിച്ച് ഇലക്ഷന് നേരിട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ടില്ല, ഭയങ്കര രസകരമായ ക്യാമ്പയിൻ ആയിരുന്നു. ആളുകളെ കാണുന്നു റിലാക്സ് ചെയ്തിട്ട്, കുറേ ആളുകൾക്ക് അങ്ങനെ റിലാക്സ് ചെയ്തിട്ട്, അഷ്റഫ് അലി ഇത് വീഡിയോ കേൾക്കുമ്പോൾ എന്നോട് തെറ്റുമെന്ന് എനിക്കറിയില്ല, റിലാക്സ് ചെയ്തിട്ട് ക്യാമ്പയിൻ യൂത്തിനെ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അതായത് കൊണ്ടോട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്പർ ഹാൻഡുള്ള മണ്ഡലമാണ് എങ്കിൽ കൂടി പിന്നെ അല്ല അങ്ങനെ ഭയങ്കര ഏകപക്ഷീയെന്ന് വെറുതെ ഇരുന്നിക്കല്ല, അവർ നല്ല സിസ്റ്റമായിട്ടായിട്ട് വർക്ക് ചെയ്തു, എല്ലാവരെയും അഡ്രസ്സ് ചെയ്തു, യങ്സ്റ്റേഴ്സിനെ, സ്റ്റുഡൻസിനെ, അവിടുത്തെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഇടത് സ്ഥാനാർത്ഥി വേണ്ടത്ര ഫൈറ്റിംഗ് കൊടുത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും മോശമൊന്നുമല്ല, അവിടെ ആ നാട്ടുകാരിയായ ഒരു പെൺകുട്ടി തന്നെ ആയിരുന്നു, ഒരു മോശമൊന്നും ആയിരുന്നില്ല. ഒരു എക്സ്പെക്ട് ചെയ്യാത്ത നല്ലൊരു റിസൾട്ട് അവിടെ ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൊണ്ടോട്ടി ആഗ്രഹിക്കുന്ന ഒരു MLA ആയിട്ട് TP അഷ്റഫ് അലി വരും എന്ന് പ്രതീക്ഷിക്കാം. ഏറനാട് PK ബഷീർ, നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷേ അതിൽ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ
വേങ്ങര, ഏറനാട് ഒക്കെ നില മെച്ചപ്പെടുത്തുന്ന പറഞ്ഞു ഇടതുപക്ഷം. ശരി. അത് എങ്ങനെയാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഏറനാട് സംബന്ധിച്ചിടത്തോളം ഓരോ തവണ മത്സരിക്കുമ്പോഴും നില മെച്ചപ്പെടുത്തിയ ആളാണ് PK ബഷീർ. അതെ അതെ, ചെറിയ 10,000 താഴെ ഭൂരിപക്ഷത്തിൽ നിന്ന് തുടങ്ങിയത് അത് 16,000 ആക്കി, കഴിഞ്ഞ തവണ 22,000 ആക്കി, ഇത്തവണ 30ന്റെ മുകളിൽ പോകുന്നൊക്കെയാണ്. അല്ല, ഇപ്രാവശ്യം പിന്നെ മൂപ്പര് ഈസിയാണെന്ന് കരുതി വെറുതെ ഇരുന്നിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ മൂപ്പരുടെ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ, നിങ്ങൾ എന്തിനാ അത്ര PR ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു പഞ്ചായത്ത്, ചാലിയാർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പഞ്ചായത്താണ്. അത് ശരിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ വരേണ്ട ഒരു സ്ഥലമാണ്. അത് ആദിവാസി ഊരുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്, ആദിവാസി ഉന്നതികളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പോകാനൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ ഒരു കുടുംബയോഗം പോലത്തെ ഒരു യോഗം നടക്കുകയാണ്. ഒരു 100ഓളം ആദിവാസി സഹോദരങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു കഴിഞ്ഞ ഇലക്ഷനിലെ ഹിസ്റ്ററി ഞാൻ പരിശോധിച്ചപ്പോൾ അവിടെ 247 വോട്ട് എന്തോ ഉള്ളത്, അത് 200ഉം UDF ഇദ്ദേഹത്തിന് കിട്ടുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയൊരു കമ്മ്യൂണിറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അതേപോലെ വേറൊരു സ്ഥലം, അപ്പോൾ ഇവർ പറയുന്നത് സാറ് മന്ത്രിയായിട്ട് തിരിച്ചു വരും എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അടുത്ത് നമ്മൾ കൊടിവെച്ച കാറിൽ നമ്മുടെ ഉന്നതിയിലോട്ട് സാറ് വരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഓലെ കൂടെ ഒരു ഇൻട്രാക്ഷനും പോലെ. അപ്പോൾ ഓൾക്ക് ഏറ്റവും ഓൾക്ക് എന്താ വേണ്ടത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ പുതിയത് വേണ്ടതെന്നാണ് PKP ചോദിക്കുന്നവരോട്. എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞോളിന്ന്. അപ്പോൾ ആ രൂപത്തിൽ അവിടെ PKPക്ക് ഇടപെടലുണ്ട്. അതേപോലെ ഈ കക്കാടംപൊയിൽ പ്രദേശമുണ്ട്, അത് ഈ തിരുവമ്പാടിൻ്റെയും ഇതിൻ്റെയും ബോർഡറാണ്. അത് ഊർങ്ങാട്ടിരി പഞ്ചായത്തിലാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, അധികം കുടിയേറ്റ കർഷകരാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ലീഗിന് ഭയങ്കര സ്വാധീനം എന്നുള്ള സ്ഥലമല്ല. പക്ഷേ അവിടെയും ഒരു 100-300 വോട്ട് ചെയ്താൽ 200-ലേറെ വോട്ട് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് പോൾ ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാവിധ ജനങ്ങളെ ഇടയിലും ഭയങ്കര സ്വാധീനമുള്ള മനുഷ്യരാണ്. പിന്നെ മൂപ്പരുടെ ഒരു പ്രചാരണത്തിൻ്റെ രീതി സാധാരണ അങ്ങാടി കൂടെ നിറങ്ങി ഓടുന്ന പരിപാടി കുറവാണ്. ലാസ്റ്റ് 2 ദിവസം എന്താ ഓടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ കുടുംബയോഗങ്ങളാണ്. ഓരോ ബൂത്തിലും ഓരോ കുടുംബയോഗങ്ങൾ. ആ യോഗത്തിൽ 100-150 ആളുകളുണ്ടാവും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മലപ്പുറം ജില്ലയിൽ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് ഏറനാട്ടിൽ നിന്നുണ്ടാവും. M റഹ്മത്തുള്ള മഞ്ചേരി മറ്റൊരു മനോഹരമായ ഒരു സെലക്ഷനായിരുന്നു ലീഗിൻ്റെ. നമ്മൾ പിന്നെ കാൻഡിഡേറ്റ് ലിസ്റ്റിലെ പുതുമുഖമാണ്. പക്ഷേ മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി ഒരുപാട് മത്സരിച്ച് തോറ്റ് ഇരുന്ന ആളുകളാണ്. CPIയുടെ ഭാഗമായിരിക്കുന്ന സമയത്ത് മത്സരിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായതിനു ശേഷം അദ്ദേഹം നടത്തിയ ആക്ടിവിറ്റീസ് STUവിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന. അവിടെ മഞ്ചേരിയിലും അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മത്സരമുള്ള ഫീലില്ല. അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി ആരാന്ന് പോലും മുഖ്യധാര നമുക്കറിയില്ല. ഒറ്റയടിക്ക് പേര് നോക്കാതെ ചെക്ക് ചെയ്യാതെ നമുക്ക് പേര് പറയാൻ കഴിയില്ല. എന്തായാലും നല്ലൊരു റിസൾട്ട് മഞ്ചേരിയിൽ നിന്നുണ്ടാകും. അത് റഹ്മത്തുള്ള അർഹിച്ചൊരു വിജയം മഞ്ചേരി കൊടുക്കും. അദ്ദേഹത്തിനെ കാത്തുവെച്ച ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവും. നമുക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഇല്ല. പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം അതുപോലെ തന്നെയാണ്. ഈ പെരിന്തൽമണ്ണയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, എല്ലാവരും ഈ കഴിഞ്ഞ 1 മാസമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് വർക്ക് ചെയ്തത്. നജീബ് കാന്തപുരം കഴിഞ്ഞ 5 വർഷമായിട്ട് വർക്ക് ചെയ്യായിരുന്നു. നമ്മൾ മറ്റ് MLA-മാർ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, അത് ഉള്ളത് പറയേണ്ടത് നമ്മൾ പറയണമല്ലോ. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം വർക്ക് ചെയ്തതിൻ്റെ ഒരു എഫേർട്ട്, ഒരു റിസൾട്ട് എന്ത് ചെയ്യും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. കഴിഞ്ഞ തവണ ഇപ്പോൾ ആരൊക്കെ അവിടെ നിന്ന് പറയുന്നത് കേട്ടു, കഴിഞ്ഞ തവണ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ ഒരു മുഹമ്മദ് ഹനീഫയാണ്. ഹനീഫ മോശക്കാരനൊന്നുമല്ല, 3 തവണ പുലാമന്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ ആളാണ് ഹനീഫ. ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു പുലാമന്തൂർ. ഇപ്പോൾ അവിടെയൊക്കെ മാറ്റം വന്നു. ഈ കഴിഞ്ഞ തവണ ഈ ഹനീഫയാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കില്ല റിസൾട്ട്. കഴിഞ്ഞ തവണ ഇവർ ലീഗിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ടേ നിർത്തി. അന്ന് നജീബ് കാന്തപുരം ആരാന്ന് അറിയില്ല അവിടുത്തെ പെരിന്തൽമണ്ണക്കാർക്ക്. എന്നിട്ട് 38 വോട്ടിനാണ് ജയിച്ചത്. പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് മാതൃകയാവുക എന്നുള്ളതാണ്. അതിപ്പോൾ പിന്നെ ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ മഞ്ചേശ്വരം, ഇപ്പോൾ പെരിന്തൽമണ്ണയൊക്കെ പറയുമ്പോൾ അവിടെ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നില്ല പാർട്ടിക്ക്. ഏറനാടൊക്കെ അല്ല, അവിടെ ഇപ്പോൾ CPM സെറ്റ് ചെയ്ത പ്രൊപ്പഗണ്ട എന്താ വെച്ചാൽ ഇദ്ദേഹം കല്യാണത്തിന് പോകുന്നു, ഇദ്ദേഹം കുടിയിരിക്കലിന് പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ നജീബ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഹൈയേഴ്സ് അക്കാഡമി, ക്രിയ, അങ്ങനത്തെ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ കിഫ്ബി ഫണ്ടും എല്ലാ ബഡ്ജറ്റ് വിഹിതവും ഒക്കെ വെച്ച് എല്ലാ സ്കൂളും കാഴ്ചപ്പാടുണ്ടാവുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ അദ്ദേഹത്തിന് കല്യാണത്തിനും ഇതിനൊക്കെ കൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ. തീർച്ചയായിട്ടും 38 വോട്ട് എന്നുള്ളത് അതിൻ്റെ എത്രയോ ഇരട്ടി വോട്ടിന് എന്ത് ചെയ്യും പെരിന്തൽമണ്ണ തീർച്ചയായിട്ടും നജീബ് കാന്തപുരം നിലനിർത്തും. മങ്കടയിൽ മഞ്ഞളാംകുഴി അലി, നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നൊരു കാൻഡിഡേറ്റിനെ കൊണ്ടുപോയി കിട്ടുമോ എന്ന് നടന്ന് അവസാനം കിട്ടിയത് മങ്കടയിലാണ്. പക്ഷെ അവിടെയും ഒരു മത്സരം കാഴ്ചവെക്കാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല. ശരിക്കും മലപ്പുറം ജില്ലയിൽ അങ്ങനെ അധികം ആളുകളെ കിട്ടിയിട്ടില്ല. സാധാരണ ഈ മങ്കട സാധാരണ ഈ റഷീദ് അലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മത്സരം കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. നമ്മുടെ കബീർ സാഹിബൊക്കെ
വലിയ ലീഡിൽ നിന്ന് കുത്തനെ താഴോട്ട് ഇറങ്ങിയൊക്കെ ഒരു അനുഭവം നമുക്കറിയാം. അത് റഷീദ് അലി എഫക്റ്റ് ആയിരുന്നു. റഷീദ് അലിക്ക് ഇനി മടുത്തിട്ട് പിന്മാറിയതാണോ സ്ഥാനാർത്ഥിയിലെ വിറ്റെന്താന്ന് വെച്ചാൽ പിന്നെ അയാൾ ഒരു ഫോൺ കോൾ കേട്ടിരുന്നതാണ്. അതായത് ഞാൻ ലീഗുകാരൻ തന്നെയാണ്, ഞാൻ ഇത് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ളതാണ്, ഇത് കഴിഞ്ഞാൽ ഞാൻ തൽക്കാലം ഇങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നതാണ്. ഒരു മത്സരം കൊടുക്കാനൊന്നും അവിടെ കഴിഞ്ഞില്ല. അലി സാഹിബ് സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിന് അവിടുന്ന് ജയിച്ചു കയറും. അലി സാഹിബിന് അറിയാം എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്, തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യേണ്ടത്. കുറേ കാലമായിട്ട് ഫീൽഡിലുള്ള ആളാണ്, രണ്ട് സൈഡിൽ നിന്നിട്ട് മാനേജ്, പ്രത്യേകിച്ച് മങ്കടയെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അലി സാഹിബ്. അപ്പോൾ തീർച്ചയായിട്ടും മങ്കടയുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പിന്നെ സംശയങ്ങളൊന്നുമില്ല. പിന്നെ മലപ്പുറത്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഇപ്പോൾ ഇലക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ എതിർ സ്ഥാനാർത്ഥി ആരാന്ന് പൊതുസമൂഹത്തിന് അറിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ഇടതുപക്ഷത്തിന് തന്നെ അറിയില്ല ആരാണ് സ്ഥാനാർത്ഥി. ആരോ പറഞ്ഞു, കുട്ടിക്കലാശത്തിന് വന്ന ചെക്കനോട് സി പി എമ്മുകാരനോട് ചോദിച്ചാൽ ആരാ സ്ഥാനാർത്ഥി, ഓനെ അറിയില്ല എന്ന് പറഞ്ഞു. അതാണ് മലപ്പുറത്തിൻ്റെ അവസ്ഥ. കേരളത്തിന്റെ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷം ഇത്തവണ മലപ്പുറത്തു നിന്നായിരിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പേ ജയിക്കുന്ന ആളുകളിൽപ്പെട്ട ആളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അപ്പോൾ മാത്രമല്ല അതൊരു അനിവാര്യമായിരുന്നു. കാരണം പിന്നെ അതുകൊണ്ട് മൂപ്പർക്ക് റിലാക്സ് ആയിട്ട് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റി. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സംഗതികളിൽ എല്ലായിടത്തും ഇടപെടാൻ സാധിച്ചു. കുഞ്ഞാലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലത്തും പല മണ്ഡലങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് അങ്ങനെ ഇതിനെ മൊത്തത്തിൽ UDF തെരഞ്ഞെടുപ്പിനെ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് സമയം സന്ദർഭമൊക്കെ ലഭിച്ചു എന്നുള്ളത് മലപ്പുറത്ത് സ്ഥാനാർത്ഥി അതിൻ്റെ ഒരു വലിയൊരു ഗുണമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു 50-ആണോ 60-ആണോ അതെ, ഭൂരിപക്ഷം മാത്രമാണ്, ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വേങ്ങരയിലും ആളുകൾ കാത്തിരിക്കുന്നത് ഭൂരിപക്ഷം അറിയാനാണ്. വേങ്ങരയിൽ വ്യത്യസ്തമായ ഒരു സംഗതികളെ കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പലരും ശ്രമിച്ചു. കാര്യമൊന്നുമില്ല. SDPIന്റെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മാറി. സംസ്ഥാനത്തെ എല്ലായിടത്തും SDPIന്റെ ചിഹ്നം, എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് മത്സരിക്കുന്നുള്ളൂ, ബാക്കി CPMന്റെ ഒപ്പമാണ്. അത് പ്രത്യേക പ്രിവിലേജ് ആണ്. അതുകൊണ്ട് എന്താ പറയുക, ഷാജിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം, ഷാജി ഒരുപാട് കാലമായിട്ട് എതിർത്ത ഒരു SDPIക്കാരനെ മത്സരിക്കാൻ കിട്ടി അവരുടെ ചിഹ്നത്തിൽ, കത്രിക ചിഹ്നത്തിൽ. ഈ ഇലക്ഷന്റെ വേറൊരു പ്രത്യേകത, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും സുഡാപ്പി വിളി കേട്ടില്ല CPMകാരാൽ. എന്തുകൊണ്ടാണ്? സുഡാപ്പികൾ അവരെ കൂടെ ആയിരുന്നു. ഒരു സുഡാപ്പി എന്ന് വിളിക്കാൻ പറ്റില്ല. ഇനി വിളി വരും. മെയ് 4 ശേഷം എന്ത് ചെയ്യും, ഇവരൊക്കെ വീണ്ടും സുഡാപ്പികളും ആളുകളായി മാറും. ഈ ഷാഫി പറമ്പിൽ പോലും എല്ലാ സുഡാപ്പി എന്ന് അദ്ദേഹത്തിനെ വിളിക്കാറ്. ആ വിളി പോലും ഷാഫി പറമ്പിൽ ഇപ്രാവശ്യം കിട്ടിയില്ല. അപ്പം അങ്ങനത്തെ ഒരു വ്യത്യസ്ത സാമ്പാർ. ഇടതുപക്ഷം സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ പറഞ്ഞിട്ട് UDF ട്രാപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ വരെ ഉപേക്ഷിക്കേണ്ടി വന്നു അവർക്ക്. അതെ അതെ, ഇസ്ലാമി ഡിസ്കഷൻ വന്നതേ ഇല്ല. ഈ SDPയുടെ വോട്ടിന് വേണ്ടിയിട്ട് ബബ്ബ അടിക്കാൻ തുടങ്ങി നേതാക്കന്മാരെല്ലാം. എന്തൊക്കെയാ പറയുന്നത്, വേണ്ട എന്നൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. ഒരു തീവ്രവാദ പാർട്ടിയാണ്, പക്ഷെ വോട്ട് വേണ്ട നിങ്ങൾ പറയില്ല. AK ബാലൻ പറഞ്ഞ പോലെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അവർ നന്നാവണ്ടേ? അതെ അതെ, ക്രിസ്റ്റൽ ക്ലിയർ ആന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്താണ്, എല്ലാവർക്കും കൂടിയും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ വന്നു. അവിടെ ഒരു മ്യൂസിക്കൽ ലീവൊക്കെ വെച്ചിട്ട് ഭയങ്കര പ്രകോപനം ഉണ്ടാക്കി. സിത്താര വന്നൊരു മ്യൂസിക്കൽ ലീവോട് കൂടിയാണ് ലീഗുകാർ ട്രാക്കിലായത്. ലീഗുകാരെ പൊതുവെ എല്ലാവരും പറയാനല്ലോ, ലീഗുകാരെ ഇളക്കാൻ നിൽക്കരുത്, ലീഗ് ഇളകി. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, ഒരു ഷാജി വന്നതിൻ്റെ ഒരു ഇളക്കുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഷാജി എന്തായാലും ജയിക്കുന്ന വിചാരിച്ചിട്ട് ഇങ്ങനെ സാധാരണ നോർമൽ ഇതിൽ പോകുന്നു. പക്ഷേ ഇവർ ആവശ്യമില്ലാത്ത പ്രകോപനങ്ങൾ ഉണ്ടാക്കി അവിടെ ലീഗ് ഇളകി. അവിടെ എന്താണ്, സാധാരണ ലീഗിന് കിട്ടുന്ന നല്ല ലീഡ് അവിടെ ഉണ്ടാവും. വള്ളിക്കുന്നാണ് TV ഇബ്രാഹിം, ഷാഫിയുടെ മണ്ഡലമാണ്, വള്ളിക്കുന്നിൻ്റെ മണ്ഡലമാണ്. ഈ പറഞ്ഞ മാതിരി ഇടത് സ്ഥാനാർത്ഥി ആരാന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു. പോസ്റ്റർ ഇങ്ങനെ തെരഞ്ഞു നടന്നാലൊരു പോസ്റ്റർ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മത്സരം കൊടുക്കാനൊന്നും ഇടതുപക്ഷത്തിന് അവിടെ കഴിഞ്ഞില്ല. TV ഇബ്രാഹിം കഴിഞ്ഞ തവണ 2 തവണ കൊണ്ടോട്ടിയിലെ MLA ആയിരുന്നു. അദ്ദേഹം അവിടെ വന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. ഒരു തീവാറുന്ന പോരാട്ടമോ ഒരു മത്സരമോ ഒരു ആവേശമോ ഒന്നും എവിടെയും കാണാൻ കഴിഞ്ഞില്ല. അവിടെയൊക്കെ ഇടതുപക്ഷം പ്രതീക്ഷിച്ചത് മുസ്ലിം ലീഗിൽ നിന്ന് ഒരാളെ കിട്ടുന്നു, ആരെങ്കിലൊക്കെ കിട്ടുമോ എന്നുള്ളതായിരുന്നു. അവസാനം ആരും കിട്ടാതായപ്പോൾ കിട്ടിയതിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ പരമ്പരാഗതമായി അവിടുന്ന് കിട്ടുന്ന ഒരു ലീഡുണ്ട്. നല്ല മത്സരമൊക്കെ ഉണ്ട്, 12,000 കിട്ടും. മത്സരം ഒന്നും ലീഡ് 18,000 20,000 ആ റേഞ്ചിലോട്ട് തന്നെ പോവും. ഒരു മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല റിസൾട്ട് അവിടെ ഉണ്ടാവും. തിരൂരങ്ങാടി PMA ഷമീർ തിരുവരങ്ങാടി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം ചെറുതായെങ്കിലും വിവാദങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണ്. രണ്ടത്താണി സാഹിബിന്റെ ഒക്കെ ചെറിയ പ്രസ്താവനകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷെ ഈ പറഞ്ഞ തുടക്കത്തിൽ അവിടെ അതുകൊണ്ട് ഇതേപോലെ തന്നെ, അതായത് ഇപ്പോൾ വേങ്ങരയെ കുറിച്ച് പറഞ്ഞ പോലെ തിരുവരങ്ങാടി ഇളകി രണ്ടത്താണിയുടെ പാർട്ടിയെ എതിർത്തിട്ട് ആരെങ്കിലും വന്നാൽ പിന്നെ
വെറുതെ ഇരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പാണക്കാട്ടെ തങ്ങൾ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒരു നീക്കം ഉണ്ടെങ്കിൽ ലീഗുകാർ ഇളകും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു എഡറിക്കോടുള്ള സുഹൃത്തിനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഭൂരിപക്ഷമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനെയൊക്കെ ആ രൂപത്തിലുള്ള ഞെട്ടിത്തരിക്കുന്ന ഒരു ഭൂരിപക്ഷത്തിലോട്ടൊക്കെ പോകും. മാത്രം ഷമീറിന് നല്ലൊരു വലിയ പ്രചാരണം ഇല്ലാതെ ഹൈപ്പ് കിട്ടി. അതെ. പിന്നെ അല്ല, അത് ഫസ്റ്റ് വീക്കിലായിരുന്നു. സെക്കൻഡ് വീക്ക് ആയതോടുകൂടി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഈ തിരുവനങ്ങാടിക്ക് ഇനി പ്രൊഫഷണൽ ടച്ച് എന്നുള്ള ഒരു ടാഗ് ലൈനൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തു. ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറും, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയർ മാത്രമല്ല, അദ്ദേഹത്തിന് എന്തുണ്ട്, പാർട്ടിയുടെ കരിയറും ഉണ്ട്, പൊളിറ്റിക്കൽ കരിയറൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ വിഷൻ അദ്ദേഹം ജനങ്ങളുമായി പങ്കുവച്ചു. ഞങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥി ലിസ്റ്റിലെ ടെക്നോക്രാറ്റ് ആണ് പറയുന്നത്. അങ്ങനെ കുറെ വിശേഷണങ്ങളൊക്കെ. അപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അങ്ങനെ പല രൂപത്തിലും എന്താണ് സമ്പുഷ്ടമാണ്, വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവങ്ങാടിയിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ഇലക്ഷനിലായിട്ട് തിരുവങ്ങാടിയിൽ നിന്ന് 5000, 6000, 8000 എന്നൊക്കെയായിരുന്നു ഭൂരിപക്ഷം. ആ സംഗതി പ്രാവശ്യം തിരുത്തുന്നാണ് അവർ പറയുന്നത്. 10-ലധികം ഭൂരിപക്ഷം എന്തായാലും ഉണ്ടാവും. ട്രെൻഡ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് പറയുന്നില്ല, അക്കം ഞാൻ പറയുന്നില്ല, നല്ല ലീഡ് വരും. ഓക്കെ, കോട്ടക്കലിലേക്ക് അടക്കാം. ആബിദ് ഹുസൈൻ തങ്ങൾ ഈ പറഞ്ഞ പോലെ ആബിദ് ഹുസൈൻ തങ്ങളെ എതിർ സ്ഥാനാർത്ഥി ആരാന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് പറയാൻ അറിയില്ല. ആരാന്ന് നമുക്കറിയില്ല, അങ്ങനെ ആരാണ് അവിടെ മത്സരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് മലപ്പുറത്തെ പല സ്ഥലങ്ങളിലും. അദ്ദേഹം കുറേ അവിടെ ആക്റ്റീവായിട്ട് നിന്നൊരു മനുഷ്യനാണ്. അതൊരു മത്സരം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കോട്ടക്കലിൽ ഒരു വികസന തുടർച്ചയും അതുപോലെ തന്നെ കോട്ടക്കലുകാരുടെ ഒരു MLA എന്നുള്ള നിലക്കുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് അത് തീർച്ചയായിട്ടും കോട്ടക്കലിലെ നല്ലൊരു വിജയത്തിന് സഹായിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. താനൂരിൽ PK നവാസ് പോയി. നവാസിനെ കണ്ട ഉടനെ മറ്റേ ആള് അബ്ദുറഹ്മാൻ അവിടുന്ന് വണ്ടി കയറി, മാമൻ ചാടി രക്ഷപ്പെട്ടു. പക്ഷെ മാമൻ അവിടെയും രക്ഷപ്പെടാൻ പോകുന്നില്ല. രണ്ടും നമുക്ക് ഒന്നിച്ച് പറയാം. തിരൂരും താനൂരിന്റെ ഒരു പ്രത്യേകത, താനൂരിന് ഈ വി അബ്ദുറഹ്മാൻ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും അവിടുത്തെ എന്താണ് ബന്ധങ്ങളൊന്നും അദ്ദേഹം വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊന്മുണ്ടൻ കോൺഗ്രസ്, ചെറിയ മുണ്ടൻ കോൺഗ്രസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ബന്ധങ്ങൾ അദ്ദേഹം എന്നും അവരെങ്ങനെ പാലൂട്ടി കൊണ്ട് നടക്കുമായിരുന്നു. അത് അവിടുത്തെ അവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, നമുക്ക് അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു പണക്കൊഴുപ്പും ഒരു കോർപ്പറേറ്റ്, PK ഫിറോസ് കഴിഞ്ഞ തവണ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, സാധാരണക്കാരനായ ഞാൻ ഒരു കോർപ്പറേറ്റുമായിട്ടാണ് മത്സരിച്ച് തോറ്റിരുന്നത് 900 വോട്ടിന്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ലാസ്റ്റ് വീക്കിൽ കഴിഞ്ഞ താനൂർ മണ്ഡലത്തിൽ ഒരു ഹോം അപ്ലയൻസസ് കടകളിലും എന്തില്ല, സാധനങ്ങൾ കിട്ടാനില്ല. പോയി വാങ്ങിക്കുമോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വേണോ, AC വേണോ, എന്താ വേണ്ടത് പോയി വാങ്ങിക്കുവാൻ പർച്ചേസ് ചെയ്യായിരുന്നു. അതേപോലെ ഈ ക്വാർട്ടേഴ്സുകളുണ്ടോ ഇഷ്ടംപോലെ, അവർക്കൊക്കെ ഒരു വർഷത്തെ വാടകയൊക്കെ കൊടുക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ പൈസ എറിഞ്ഞ് ലാസ്റ്റ് വീക്കിൽ അദ്ദേഹം പിടിച്ചതാണത്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മന്ത്രിയായിരുന്നു. താനൂരിൽ നിന്നാണ് ഓടിയത്. ഓടിയത് മാത്രമല്ല താനൂരുകാരെ പാകിസ്ഥാനികളാക്കി. മന്ത്രിയായിരുന്നു, എന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവിടുന്ന് ഓടി. നവാസ് നവാസ് നല്ല ഫൈറ്റ് കൊടുക്കുമെന്ന് അറിയാം, അവിടുന്ന് ഓടി. അപ്പോൾ നവാസിന് ഈ പറഞ്ഞ പോലെ പിന്നെ ഏതൊരു പൈസക്കാരനെ പിടിച്ചവിടെ നിർത്തി. ഈ പറഞ്ഞ പോലെ ഒരു ഈസി വാക്ക് ഓവറാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല ചരിത്രത്തിലെ കഴിഞ്ഞ കുറേ കാലങ്ങളില്ലാത്തൊരു റിസൾട്ട് താനൂരിൽ. MSFന്റെ പ്രസിഡന്റ് MLA ആവും. അതെ, KSUവിൻ്റെ പ്രസിഡന്റ് ഇല്ല, SFIയുടെ പ്രസിഡന്റ് ഇല്ലാത്ത സഭയിൽ MSFന്റെ പ്രസിഡന്റ് ഉണ്ടായിരിക്കും. എന്തായാലും താനൂരിൽ നല്ലൊരു വിജയം ഉണ്ടാവും. തിരൂരിലേക്ക് കടക്കുമ്പോൾ കുറുക്കോളി മൊയ്തീനും നല്ലൊരു വിജയത്തിലേക്ക് കടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാൻ പരാമർശം സ്വാഭാവികമായിട്ടും ജനങ്ങളെ സ്വാധീനിക്കും. അതായത് ജനങ്ങളോടൊരു പുച്ഛാണ്. അപ്പം ഞാൻ ജയിച്ചത് പാകിസ്ഥാൻ. സീമമുട്ടിയെ പറയുന്നു, ആദിവാസികളുടെ നാട്ടിൽ നിന്ന് വന്ന ആളുകൾ നിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇവരുടെ മൈൻഡ് സെറ്റ്. അതെ, അത് തീർച്ചയായിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും തിരൂരിലൊരു പ്രത്യേകത, നമ്മൾ തിരൂരിലും പല രൂപത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ. തിരൂരിന് കുറുക്കോളിയോടൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. കുറുക്കോളി മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. ഇവരെ മാതിരി മണി പവറോ മസിൽ പവറോ ഒന്നുമില്ല. അപ്പോൾ എന്നാലും സാധാരണക്കാർ ജനങ്ങൾ മണ്ഡലത്തിൽ കേരളത്തിലൊരു 10 MLAമാർ സഭയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഒരു 10 MLAമാരെടുത്താൽ ഒന്ന് കുറുക്കോളി മൊയ്തീൻ്റെ പേരുണ്ട്. അപ്പോൾ അതേ സഭയിൽ ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ തിരൂർ ടൗണിലെ കുറേ വികസനങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ തിരൂരുകാരുടെ മനസ്സിൽ കുറുക്കോളിക്ക് ഒരു അവസരം കൂടി കൊടുക്കണം എന്നുള്ള ന്യായമായ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. ആ സെന്റിമെന്റ്സ് തീർച്ചയായിട്ടും അബ്ദുറഹ്മാന്റെ ഈ പണക്കൊഴുപ്പും അഹങ്കാരവും
ഇദ്ദേഹത്തിൻ്റെ ലാളിത്യവും പിന്നെ ജനകീയതയും അതാണ് അവിടെ മത്സരം. ഞാൻ പറയുന്നത്, ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്, കേരളത്തിൽ ഒരു ഡസനോളം മന്ത്രിമാർ തോൽക്കും. അതിൽ ഒന്നാമതായിട്ട് തോൽക്കാനുള്ളത് വി അബ്ദുറഹ്മാനാണ്. തിരുവനന്തപുരം എഴുതി വെച്ചോളെ. തിരുവനന്തപുരം തോൽക്കും, തവനൂര് പിന്നെ പിന്നെ കെ.ടി. ജലീലും തോൽക്കും. അതെ അതെ അതെ, അത് ഓരോ ലീഗുകാരുടെയും സ്വപ്ന സാഫല്യം ഇത്തവണ VS ജോയിലൂടെ സംഭവിക്കാൻ പോവാണ്. മണ്ണാർക്കാട്, അതായത് മണ്ണാർക്കാട് ഷംസുദ്ദീനാണ് നാടാണ്. തീർച്ചയായിട്ടും ഷംസുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ഈ 4ാം അംഗമാണ്. നമ്മൾ PKB പറഞ്ഞതുപോലെ ഇളവ് കിട്ടിയ MLA-മാർ. അതെ, ഇളവ് കിട്ടിയ MLA-മാരിൽ പ്രധാനിയാണ്. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, മണ്ണാർക്കാട്ടുകാർ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരാളെന്നുള്ളത്. മണ്ണാർക്കാട് ഒരു പ്രത്യേകത, അവിടെ കേരളം ആര് ഭരിക്കുന്നു ഓരോ കൂടെ ഇങ്ങനെ മാറുമായിരുന്നു മണ്ഡലം. ഒരു തവണ ഇടതുപക്ഷനെ, ഒരു തവണ UDF ആയിട്ട്. പക്ഷേ ഷംസുക്ക് അവിടെ എത്തിയതിന് ശേഷം ആ മാറ്റം ഇല്ലാതായി. തീർച്ചയായിട്ടും. അതായത് ഷംസ് വന്നതിന് ശേഷം മണ്ണാർക്കാട് സ്റ്റേബിളായി. UDF-ന് സ്ഥിരം ജയിക്കുന്ന ഈ അട്ടപ്പാടിയൊക്കെ ഉൾപ്പെട്ട പ്രദേശത്ത്. ഇപ്രാവശ്യം CPI-യുടെ കാൻഡിഡേറ്റാണ്, CPI-യുടെ സീറ്റാണത്. പക്ഷേ എന്താണ്, ഒരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്നൊരു കാൻഡിഡേറ്റിനെ അല്ല അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു പണക്കാരനെ പിടിച്ചുകൊണ്ട് മലപ്പുറം സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിച്ചത്. പക്ഷെ അത് വിജയിക്കാൻ ഒരു സാധ്യതയില്ല. ഷംസുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മണ്ണാർക്കാട്ടുകാരുടെ ഒരു MLA ആയി മാറി. അപ്പോൾ പഴയ ഷംസുവല്ല, അപ്പോൾ മണ്ണാർക്കാട്ടുകാർക്ക് എല്ലാവർക്കും പരിചിതനായ ഒരാൾ, അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത്രയും ബന്ധങ്ങളുള്ള ഒരാൾ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ മണ്ണാർക്കാട് പിടിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുവായൂരിൽ CH റഷീദ് ഇതുപോലെ നേരത്തെ തന്നെ മത്സരിച്ചതാണ്. പിന്നെ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. ഈ റഷീദിൻ്റെ സ്ഥാനാർത്ഥിത്വം CPM-നെയും അതുപോലെ തന്നെ BJP ഒരുപോലെ പ്രകോപിപ്പിച്ച്. BJP-യുടെ അവിടുത്തെ പ്രചരണമൊക്കെ വളരെ മോശമായി. അതായത് നമ്മൾ ഈ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവിടുത്തെ മുൻകാല MLA-മാരുടെ പേര് വെച്ചിട്ട് പറയും അതൊക്കെ മുസ്ലിം നാമധാരികളാണ്, ഇത് മതിയോ എന്നൊക്കെ വെച്ചിട്ടാണ്. എന്ത് ഗുരുവായൂരിൻ്റെ മനസ്സ് പിന്നെ മതേതരമാണ്. ആ മനസ്സിനെ പിന്നെ പിടിച്ചുണർത്താൻ സാധാരണക്കാരനായിട്ടുള്ള ഒരാളെയാണ് UDF അവതരിപ്പിച്ചത്, റഷീദ് സാഹിബ്. അപ്പോൾ റഷീദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മണ്ണിൽ ജനിച്ചു വളർന്നതാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഈ തോൽവി ഉറപ്പിച്ചപ്പോൾ നമ്മൾ പിന്നെ ഈ കുന്നമംഗലത്തും കാസിംക്കൊക്കെ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ വ്യക്തി ഹത്യയിലേക്ക് പോവാണ് ഇവർ. ഇപ്പോൾ BJP-യുടെ, ഇപ്പോൾ RSS-ൻ്റെ പിന്നെ ഓഫീസിന് തറക്കല്ലിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോൾ നമ്മൾ കൊടുവള്ളിയിലും കണ്ടു. കത്തുവ കേസ് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇറക്കി. സ്ഥാനാർത്ഥി അത് ഫേസ്ബുക്കിൽ ഇട്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് കാണുന്നില്ല. അവർക്ക് മനസ്സിലായി ഇത് സ്ഥാനാർത്ഥിക്ക് ഇട്ടാൽ ഇത് പണിയാണെന്ന്. സ്ഥാനാർത്ഥി ഡിലീറ്റ് ചെയ്ത് ഓടി. പിന്നെ അതായത് റഷീദ്ക്കാക്കെതിരെ RSS-ൻ്റെ ഓഫീസിന് തറക്കല്ലിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പത്രം ഉണ്ടാക്കുകയാണ്, ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പം ഇങ്ങനെ വ്യാജമായിട്ടുള്ള കുറേ പിന്നെ ആരോപണങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് അവസാന ഘട്ടത്തിൽ ഒരു ശ്രമമൊക്കെ അവർ നടത്തി നോക്കി. പക്ഷേ അതൊന്നും വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് ഗുരുവായൂർ നമ്മൾ കേരളം UDF-ന്റെ ഒപ്പം മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഗുരുവായൂരുണ്ടാകും എന്നുള്ളതാണ്. പിന്നെ എത്രയോ കാലത്തിന് ശേഷം അതെ കളമശ്ശേരിയിൽ കളമശ്ശേരി ഇന്ന് ഒരു അത്ഭുതപ്പെടുത്തുന്ന വാർത്തകൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. 7000 വോട്ടിന് P. രാജീവ് പിന്നിലാണെന്ന്. പലരും അത്ഭുതത്തോടു കൂടിയാണ് അത് നോക്കിക്കാണുന്നത്. പക്ഷെ നമുക്ക് അത്ര അത്ഭുതം ഇല്ല. കാരണം കളമശ്ശേരിയുടെ ഒരു മൈൻഡ് എപ്പോഴും ഒരു UDF മൈൻഡാണ്. കഴിഞ്ഞ തവണ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനെ ഇവരെന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു ആ പാലത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പേരിൽ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ മകനോട് കളമശ്ശേരിക്കാർ പ്രകടിപ്പിക്കും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിൽ ഇബ്രാഹിം സാഹിബിൻ്റെ മകൻ എന്നുള്ള ഒരു ക്വാളിറ്റി മാത്രമല്ല, എല്ലാവർക്കും ജനകീയനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണവും അതുപോലെ തന്നെ സ്ട്രാറ്റജിയും ഒക്കെ വളരെ കൃത്യമായിട്ട് പ്രയോഗിക്കുകയും അപ്പോൾ കഴിഞ്ഞ തവണത്തെ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പിന്നെ സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരാളാണ്. ഇപ്പോൾ ഈ ലിൻഡോ ജോസഫിനെ കൊണ്ട് പറഞ്ഞ പോലെ എത്രയോ വായി കൊള്ളാത്ത കോടി വികസനമൊക്കെ ചെയ്തു തന്നിട്ട് ഭയങ്കര PR നടത്തിയിരുന്ന ആളാണ്. പക്ഷെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ, അവർ എത്ര 900 കോടി 4000 കോടി 5000 കോടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാജീവ് വീട്ടിലിരിക്കട്ടെ, വിശ്രമിക്കട്ടെ. അവരെ ഈ സൈദ്ധാന്തികമായ ക്ലാസ്സുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോട്ടെ. ജനങ്ങളോട് ഇടപഴകാൻ മൂപ്പർക്ക് അറിയില്ല. നമ്മൾ ബാക്കിയുള്ളത് ഇനി പുനലൂരും ചേലക്കരയാണ്. അതെ, പുനലൂരിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം സാഹിബിൻ്റെ മകൻ എന്ന് പറഞ്ഞ പോലെ യൂനുസ് കുഞ്ഞ് സാഹിബിൻ്റെ മകനാണ്, മുൻ MLA നൗഷാദ് യൂനുസ്. അപ്പോൾ ഈ യൂനുസ് കുഞ്ഞ് സാഹിബിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് അവിടെ, ഒരു സ്വാധീന മേഖലയാണ്.
പ്രത്യേകിച്ചും കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ദീർഘകാലം പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആളാണ്. പക്ഷെ കൊല്ലത്ത് നിന്നല്ല, മലപ്പുറത്താണ് അദ്ദേഹം MLA ആയത്. പാർട്ടി അദ്ദേഹത്തെ പരിഗണിക്കുകയും ദേശീയ വൈസ് പ്രസിഡൻ്റൊക്കെ ആക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്നുള്ള നിലക്കും നൗഷാദിനോടും ആ ഒരു അനുകമ്പ തീർച്ചയായിട്ടും പുനലൂരുകാർക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നമ്മൾ പറയുന്നില്ല, മറ്റു മണ്ഡലങ്ങളെ പോലെയല്ല. നമുക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. ഭയങ്കര സംഘടനാ സെറ്റപ്പുള്ള വലിയ സംഘടനാ സെറ്റപ്പുള്ള സ്ഥലമല്ല, നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന മണ്ഡലമല്ല. പക്ഷേ ഒരു ട്രെൻഡ് 2001 ഉണ്ടായ പോലെ ട്രെൻഡ് ഉണ്ടെങ്കിൽ കൂടെ പോരാൻ പ്രയാസമില്ലാത്ത ഒരു മണ്ഡലമാണ് പുനലൂർ എന്ന് പറയുന്നത്. പിന്നെ ചേലക്കരയാണ്. ചേലക്കരയിൽ UDF മുസ്ലിം ലീഗ് അവതരിപ്പിച്ചത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, ശിവൻ വീട്ടിക്കുന്ന്. അതായത് വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, അവിടുത്തെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ. അപ്പോൾ UDF അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് ആ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഒരു സക്സസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശിവൻ വീട്ടിക്കുന്നിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എല്ലാവരെയും നേരിട്ട് ബന്ധവും പരിചയമുള്ള ഒരാൾ, എല്ലാവരുമായിട്ട് നല്ല കണക്ഷനുള്ള ഒരാൾ, അവരുടെ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ ചേലക്കരയിലും നമ്മൾ പുനലൂർ പോലെ വലിയ പ്രതീക്ഷകൾ പുലർത്തുന്നില്ല. ട്രെൻഡുണ്ടെങ്കിൽ പോരും എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചരിത്രത്തിൽ മുസ്ലിം ലീഗിൻ്റെ MLA-മാരുടെ എണ്ണം ഇപ്രാവശ്യം ആ ചരിത്രം നമ്മൾ തിരുത്തും. അതായത് 20-ലേറെ MLA-മാർ, 22 അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 22ഓളം MLA-മാരെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെ ഒരു കാൻഡിഡേറ്റ്സ് ലിസ്റ്റാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ 22-23 MLA-മാരൊക്കെ മുസ്ലിം ലീഗിൻ്റേതായിട്ട് നിയമസഭയിലുണ്ടാകും. ചരിത്രത്തിൻ്റെ ഭാഗമാകും. താങ്ക് യു.